നമസ്കാരം, എൻ്റെ പേര് ഷാന്തി ശേഖർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേര് കുസ്ക. കുസ്ക എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് മസാല ബിരിയാണിയാണ്. ഇത് മധുരയിലെ ഫേമസ് ഫുഡാണ്. എൻ്റെ ഇളയ മോള് പറയും ബാംഗ്ലൂരിലും ഇത് ഫേമസ് ആണ് അമ്മാന്ന്. ആ പറയുന്ന ആൾ ഇതാണ്. ഇതെൻ്റെ ഇളയ മോളാണ്, സുക്കുത്തിയാണ് പേര്. പക്ഷേ അവൾ ഉടുത്തിരിക്കുന്ന സാരി എൻ്റെ സാരിയാണ്. ഞങ്ങൾ രണ്ടുപേരും കോവിലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ ബിരിയാണിയിൽ ഒരു സെക്കൻഡ്, ബാംഗ്ലൂരിൽ ഭയങ്കര ഫേമസ് അല്ല, പക്ഷേ ചെറിയ കടയിലൊക്കെ കിട്ടും. അപ്പം ഇതിൽ വെജിറ്റബിൾസും ഇല്ല, നോൺ വെജിറ്റേറിയൻ ഒന്നും നമ്മൾ ചേർക്കാറില്ല. വെറും മസാല ആൻഡ് റൈസ് മാത്രമാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിന് കൈമാരി ഒരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പുതിന, കുറച്ചധികം പുതിന വേണം. മല്ലിയില, ഒരു വലിയ ടൊമാറ്റോ, ചെറുതാണെങ്കിൽ 2 ടൊമാറ്റോ. പിന്നെ ഇത് അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം. ഇത് കൽപ്പാസി എന്ന് പറയും. ഇത് നമ്മളിങ്ങനെ ഉണങ്ങിയ കരിയില മാതിരി ഇരിക്കും, പക്ഷേ ഭയങ്കര മണമാണ് ഇതിന്. 2 ഗ്രാമ്പ്, ഒരു ഏലക്ക, പിന്നെ കുറച്ച് പട്ട. ഇത്രയും പൊടിക്കണം. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഇതിനെ പ്രത്യേകം അരച്ചു കൊണ്ടുവരണം. പിന്നെ വെളിച്ചെണ്ണ, നെയ്യ്, പുളിയില്ലാത്ത തൈര് ഒരു 1/4 കപ്പ്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പച്ചമുളക്, ഒരു ഓണിയൻ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇതിൽ ഈ സാധനങ്ങൾ പൊടിക്കണം തനിയെ പ്രത്യേകം. പിന്നെ ഇത് 3 പ്രത്യേകം അരയ്ക്കണം. അരച്ചിട്ട് കാണിക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് ഒരു കുക്കർ വയ്ക്കാം. ഇതിൽ ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നമ്മളിതിൽ മസാല എല്ലാം പൊടിച്ചത് കൊണ്ട് വായിൽ കിട്ടൂല. മസാല പറയൂലേ, കൈ നിറയെ എടുത്ത് വായി നിറയെ കഴിക്കണം, അങ്ങനെ കഴിക്കാം. ബിരിയാണി ആണെങ്കിൽ ഈ മസാലാസ് എല്ലാം മുഴുവനായിട്ടിരിക്കും. എല്ലാം എടുത്ത് മാറ്റി വയ്ക്കണം. ഇതിൽ ഈ സവാള ഇടാം. പച്ചമുളക്, സവാള 2 കൂടി. ഈ കുസ്കയ്ക്ക് ജീരകശാല അരി എന്ന് പറയില്ലേ, കൈമാരി, അതാണ് നല്ലത്. പിന്നെ ബാസ്മതി അരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈ കൈമാരി നല്ലപോലെ കഴുകിയിട്ട് 1-2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. ഇതിൽ ചെറുതായിട്ടൊന്ന് ഉപ്പ് ചേർക്കാം, അപ്പം പെട്ടെന്ന് വാടി കിട്ടും. ഇത് ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പം ഇതിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ കൽപ്പാസി. ഈ കൽപ്പാസിക്ക് ഭയങ്കര മണമാണ്. ഇതെല്ലാം കൂടെ പൊടിച്ചത് ഇതിൽ ചേർക്കാം. ഈ നെയ്യിലും എണ്ണയിലും ചേർന്ന് സവാള മൂക്കുമ്പം നല്ല മണമാണ്. ഇപ്പം ഒരുവിധം ഗോൾഡായി. ഇത് ചേർക്കാം. ഈ പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് തക്കാളിയുടെ കൂടെ ചേർന്നിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പം ഒന്നും തന്നെ മാറ്റി വയ്ക്കാൻ കാണില്ല. പിന്നെ ഈ മുളകിന് വലിയ എരിവ് കാണില്ല. ഇത് പുതിന ഇല, മല്ലിയില, ടൊമാറ്റോ ഇത്രയും അരച്ചതാണ്. ഇത് ഒന്ന് മൂക്കുമ്പം ഇത് ചേർക്കാം. ഇപ്പം ഒന്ന് മൂത്തു, ഇത് ചേർക്കാം. ഇത് എണ്ണ തെളിയുന്നവരെ വഴറ്റണം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിൽ മഞ്ഞൾപ്പൊടി പറയാൻ വിട്ടുപോയി. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താൽ കുറച്ച് കളർ കിട്ടും. അപ്പം ഒരുവിധം ഇങ്ങനെ എണ്ണ പുറത്ത് വരുന്നു. ഈ സമയത്ത് നല്ലപോലെ അടിച്ച് വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കാം. തൈരിന് ഒട്ടും പുളി പാടില്ല. തൈര് പുളിയാണെങ്കിൽ കൊല്ലൂല, അതിൻ്റെ മണവും പിന്നെ ഭയങ്കര പുളിയും ആയിരിക്കും. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതുകൊണ്ട് എരിവ് കാണില്ല. സാദാ ചില്ലി പൗഡറാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇത് തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി ആക്കാം. അപ്പം ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ചിക്കൻ ചേർക്കാം. ചേർത്തിട്ട് ആ ചിക്കൻ ഒന്ന്
വെന്ത് വരുമ്പം അരി ചേർത്താൽ മതി. ഇത് എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വന്നു. ഇത്രയും എണ്ണ നെയ്യ് വേണ്ടെന്നുള്ളവർക്ക് കുറയ്ക്കാം. പിന്നെ ബിരിയാണി എന്ന് പറയുമ്പം ഒൻസിൻ്റെ വയിൽ കഴിക്കുന്നതല്ലേ, കുറച്ച് എണ്ണ നെയ്യൊക്കെ ആകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നല്ലപോലെ വരണ്ട് വന്നു. അരി ചേർക്കാം. അരി ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അത് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒഴിക്കാം. ചിലർ ഇത് 1 to 1.5 വെള്ളം ഒഴിക്കും. അങ്ങനെയാണെങ്കിൽ അരി ഇങ്ങനെ വേകാത്തതുപോലെ തോന്നും. എനിക്ക് നല്ലപോലെ വെന്തിട്ട് എന്നാൽ ഉടയാൻ പാടില്ല, ഒന്നിനോട് ഒട്ടാൻ പാടില്ല. ഇത് കറക്റ്റാണ്. ഇപ്പം ഞാൻ ബിരിയാണി അരി കറക്റ്റ് വേവ് കിട്ടാനായിട്ട് ഒരു ടിപ്പ് പറയാം. ഇപ്പം ഇതാ തിളയ്ക്കുന്നില്ലേ, പക്ഷെ തിളയ്ക്കുന്നു, അരി കാണാൻ പറ്റുന്നില്ല, വെള്ളം മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് അരി കാണാൻ പറ്റുന്നവരെ തുറന്ന് വെച്ചിട്ട് തിളപ്പിക്കണം. ഒരുവിധം കുറുകി അരി വെളിയിൽ കാണുമ്പം നമുക്ക് ക്ലോസ് ചെയ്യാം. ലിഡ് ക്ലോസ് ചെയ്തിട്ട് തീരെ ഫ്ലെയിം കുറയ്ക്കണം. കുറച്ചിട്ട് വലിയ ബർണറിലായിരിക്കണം, പക്ഷേ ഫ്ലെയിം തീരെ കുറയ്ക്കണം. കുറച്ചിട്ട് 10 minutes വിസിൽ വന്നാലും ശരി, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, 10 minutes വെച്ചിട്ട് ഓഫ് ചെയ്താൽ കറക്റ്റായിരിക്കും. നോക്കിക്കൊള്ളണം. ഇനിയും ഇപ്പം അരി നമുക്ക് കാണുന്നില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. അരി കാണുന്നവരെ നമുക്ക് വേവിക്കണം. പിന്നെ ലിഡിട്ട് അടയ്ക്കാം. ഇതിന് ആവശ്യത്തിന് ഉപ്പിടാം. ഇപ്പം കണ്ടോ, നമുക്ക് അരി കാണാൻ പറ്റും. മറ്റേത് വെള്ളമായിരുന്നു, ഇപ്പം അരി ഇങ്ങനെ വെളിയിൽ കാണുന്ന രീതിയിലായല്ലോ. ഇപ്പം ഇതിനെ ലോ ഫ്ലെയിമിലാക്കാം. വലിയ ബർണറാണ്, പക്ഷേ ഫ്ലെയിം ലോ ആണ്. അപ്പം ഇത് കുക്കറിൽ ലിഡ് വെച്ചിട്ട് അടയ്ക്കാം. ഇത് ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇടാം. ഇതിൽ ആവി വരുന്നു. ഇപ്പം വെയിറ്റ് ഇട്ടിട്ട് അടുപ്പ് തീരെ കുറച്ചിട്ട് കറക്റ്റ് 10 minutes ആകുമ്പം ഇതിനെ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. നമുക്കിത് 10 minute ആയി. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ പ്രഷർ റിലീസ് ചെയ്തിട്ട് പിന്നെ എടുത്ത് കാണിക്കാം. ഇതിപ്പം പ്രഷർ പോയി. ഇനി തിറക്കാം. സൂപ്പർ ബിരിയാണി. ഇതിൽ കുറച്ച് മല്ലിയില ചേർക്കാം, കുറച്ച് നെയ്യ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഒന്ന് ഇങ്ങനെ ഉടയാണ്ട് ഇളക്കണം. ഇനി സെർവിങ് ഡിഷിൽ മാറ്റിയിട്ട് കാണിക്കാം. ഇപ്പം കുസ്ക തയ്യാർ. ഇത് അരി നല്ല മാതിരി വെന്തിട്ടുണ്ട്, അതേസമയം ഒന്നിനോടൊന്ന് ഒട്ടാതെ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? വീഡിയോ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരു സജഷൻ ഉണ്ട്. എൻ്റെ ഒരു അനിയൻ എൻ്റെ അടുത്ത്, റിക്വസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓർഡറാണ്. ഇവിടുത്തെ ട്രിവാൻഡ്രം സ്പെഷ്യൽ ചിക്കൻസ് ഒക്കെ ഉണ്ടാക്കി കാണിക്കണം, നോൺ വെജ് തുടങ്ങണം, അത് ഉണ്ടാക്കി കാണിച്ചാലേ ഞാൻ വീഡിയോ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ പുളിശ്ശേരിയും രസവും ഒന്നും കാണിച്ചിട്ട് പ്രയോജനമില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഇനി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി 2-3 വീഡിയോയ്ക്കകത്ത് ഞാൻ ട്രിവാൻഡ്രം സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.